അങ്ങനെ ഹണിമൂണ് മൂന്നാറ് പോയ അച്ചായനും വൈഫാണ് ഇവിടെ ഇരിക്കുന്നത് എറണാകുളത്ത്. എന്താ അച്ചായന്റെ ഒരു കുട്ടൻസ്? എന്റെ പൊന്നോളെ, സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ എന്നെ കാണാൻ ഒരു ഫ്രണ്ട് വന്നു, മാഹി. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് അവൻ എന്നെ വിളിക്കുകയായിരുന്നു. അപ്പോൾ ഇതിലൂടെ പോകുമ്പോഴത്തേക്ക് അച്ചായ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മറ്റേ പാടാന്ന് പറഞ്ഞു. അവൻ്റെ നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊന്ന് വണ്ടി ഓടിക്കണം. അന്ന് നേരം കുറച്ച് ബിസി ആയതുകൊണ്ട് വിട്ടിരുന്നു. പിന്നെ ഞാൻ സാധാരണ നമ്മളെല്ലാവരും കാണിക്കണ പോലെ തന്നെ ഒരു ആക്രാന്തം, ഒരു റീലെടുക്കാനായിട്ടുള്ള ഒരു വെപ്രാളത്തിന് ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ വണ്ടി എടുത്ത് പുറത്തിട്ടിട്ട് ഇത് നമുക്ക് ഷെഡിലിടാം, എന്നിട്ട് ഞാനൊന്ന് പുറത്തേക്ക് പോകണതും അവിടെ തിരിച്ചു തന്നെ ഒരു റീലെടുത്തു. ആ റീൽ ഇന്നലെ വൈകുന്നേരം ഞാൻ പോസ്റ്റ് ചെയ്യും. ഇന്നലെ വൈകുന്നേരമാണ് മിനിഞ്ഞാന്ന് വൈകുന്നേരം നമ്മൾ പോസ്റ്റ് ചെയ്യും. ഹണിമൂൺ ട്രിപ്പ്, മൂന്നാർ കോളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടു. അതിനകത്ത് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഭാഗ്യത്തിന് ഞാൻ അവൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കമൻ്റ് ഇടുന്ന മഹാന്മാരാരും ആരാണ് എന്താണെന്ന് നോക്കിയിട്ടില്ല. അവൻ്റെ പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടി അവൻ്റെ പൊന്നുപോലെ കൊണ്ടുവരുന്ന വണ്ടിയാണ്. അതിൻ്റെ വീഡിയോസും ഫോട്ടോസും മറ്റതും മറിച്ചതൊക്കെ അതിനകത്ത് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അത് കാണുമ്പോഴത്തേക്ക് തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി ഇപ്പോൾ ഫേമസ് ആയി, മാഹിർ ഫേമസ് ആയി, മോർ ഓവർ ഓൾ കേരളയിൽ ഞങ്ങൾ ഫേമസ് ആയി. അമ്മയെ ചികിത്സിക്കാൻ കിട്ടിയ പൈസ കൊണ്ട് BM വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ കിട്ടിയ കാശ് ഒന്നും തികഞ്ഞിട്ടൊന്നുമില്ല. അവിടെ പ്രോമിസറി നോട്ട് എഴുതി കൊടുത്തിട്ട് 4.something ലക്ഷത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രോമിസറി നോട്ട് എഴുതി കൊടുത്തിട്ട് 11-ാം തീയതി ആ പൈസ അടയ്ക്കാൻ പറ്റാഞ്ഞിട്ട് അവരെൻ്റെ ചെക്ക് ലീഗലി മൂവ് ചെയ്യിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് ഡെയിലി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. ഫണ്ട് ഇതുവരെ എനിക്ക് സെറ്റായിട്ടില്ല. ഞാൻ അവിടെ നിന്നൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതായത് പിരിവെടുത്തിട്ടല്ല, എനിക്ക് കിട്ടാനുള്ള പൈസ തന്നെ ഞാൻ തിരിച്ചു വാങ്ങിക്കാം എന്നുള്ള രീതിക്ക് നിന്ന് സംസാരിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ വഴികളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പം ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ കമൻ്റ് ഇട്ടോ, ട്രോളിക്കോ, വിമർശിച്ചോ, എന്ത് വേണേൽ ഓക്കെ, പക്ഷേ അതിലൊരു നിജസ്ഥിതി ഉണ്ട്. ആ ഒരു സത്യസന്ധമായിട്ടുള്ള സംഭവത്തിൽ നിന്നിട്ട് നിങ്ങൾ പറയുമ്പോഴത്തേക്ക് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതിനൊപ്പം നിങ്ങൾക്ക് പറയുന്ന കാര്യത്തിന് മറുപടി പറയാനും ഞാൻ ഓക്കെയാണ്. ചില തൊഴിലാളികൾ, അത് അങ്ങനെ തന്നെ ഞാൻ പറയും, ചില കമൻ്റ് ഹോളി തൊഴിലാളികൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് 0 പോസ്റ്റും 0 ഫോളോവേഴ്സും ഫേക്ക് അക്കൗണ്ട്, അതല്ലാതെ ഇന്നലെ ഉണ്ടാക്കിയതും മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയതും തട്ടിക്കൂട്ടിയായിട്ടുള്ള അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് ഇങ്ങനത്തെ മെസ്സേജുകളൊക്കെ വന്നത്. മെസ്സേജ് മീൻസ് കമൻസ് ഒക്കെ വന്നത്. അതിനൊന്നും മറുപടി പറയാൻ എന്നെ കിട്ടൂല, ഞാൻ അതിനെ മൈൻഡുമില്ല. 2.3 മില്യൺ എൻ്റെ ആയി വീഡിയോ. എൻ്റെ വീഡിയോ റീച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളായിട്ട് തന്നെ റീച്ച് ആക്കിത്താൽ കുഴപ്പമില്ല. പക്ഷെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അമ്മയ്ക്ക് ചികിത്സയ്ക്ക് കിട്ടിയ കാശ് കൊണ്ട് നിങ്ങൾ BM വാങ്ങിച്ചു, വീട് വെച്ചു, ഇത്രയ്ക്ക് സെറ്റപ്പ് ഉണ്ടോ എന്നൊക്കെ. എന്തായാലും 1 മാസം കൊണ്ട് ആർക്കും ഒന്നും വീടൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിലും ഈ വീട് എന്താണ് എങ്ങനെയാണെന്നുള്ളത് എന്നെ അറിയാവുന്നവർക്കറിയാം വ്യക്തമായിട്ട്. ഞാനത് ആരോടും പറഞ്ഞു നടക്കാൻ ആഗ്രഹിക്കണില്ല. മനുഷ്യൻ്റെ ഒരു അവസ്ഥയിൽ ഏറ്റവും അത്രയും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു അവസ്ഥയിൽ നമ്മൾ ഇരുന്നിട്ട് നമ്മുടെ ഫോളോവേഴ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട്, എടാ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു. അവരെല്ലാം കുഞ്ഞി പിള്ളേരെന്നാണ് ഞാൻ കരുതിയേക്കണം. അപ്പോൾ അവരുടേതായ രീതിക്ക് അവർ 1, 2, 3, 5, 10, 100 ഒക്കെ വെച്ചിട്ടിട്ടുണ്ട്. അതിന് ഉപരിയായിട്ട് കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാർ കുറച്ച് വലിയ എമൗണ്ടൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്, തൊപ്പി സഹായിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മുടെ ഗ്രാൻഡ് ടോട്ടലായിട്ടുള്ള ആശുപത്രി ബില്ല് അടയ്ക്കാനുള്ള പൈസയൊന്നും കിട്ടിയില്ല. ഞാൻ വീഡിയോ ചെയ്തു, ഞാനും ദുബൈയും കൂടി ചെയ്തു, പിന്നെ തൊപ്പി ചെയ്തിട്ടു, പിന്നെ കടൽ കൊമ്പൻ വന്നിട്ടു. അപ്പം എല്ലാവരും കൂടി ഇട്ടിട്ട് പോലും നമുക്ക് ആ ഒരു റിയൽ എമൗണ്ടിലേക്ക് എത്താത്ത കൊണ്ട് ഞാൻ പിന്നെ അവസാനം ഇവർ പിന്നെയും പലരെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു വേണ്ട, കാര്യം ഇതൊക്കെ ചെയ്താലും ആകെ തുകയായിട്ട് ഇത്രേ ഉള്ളൂ, ഇതിനപ്പുറത്തേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ വൈൻഡപ്പ് ചെയ്തിട്ട് ഞാൻ ആശുപത്രിക്കാരോട് സംസാരിച്ചു. കേവലം അതും പറയണം, 2.5 ലക്ഷം രൂപ മാത്രം അവിടെ ബില്ല് ബാലൻസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പ്രോമിസറി നോട്ട് എഴുതിക്കോട്ടെ എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ അതിന് സമ്മതിക്കാതെ അത് വീണ്ടും 5 ലക്ഷത്തിന് മുകളിൽ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് പ്രോമിസറി എഴുതാനായിട്ട് അവർ സമ്മതിച്ചത്. അതും അവരുടെ ഒരു ബിസിനസ്. പിന്നെ എൻ്റെ പേജിൽ കൂടി തന്നെ ഈ പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ പേര് പല പ്രാവശ്യം പറയും, പല രീതിക്ക് പോവുകയും ചെയ്തിട്ട് പല മില്യണുകളായിട്ട് അവർക്ക് എന്തോരം പരസ്യം കിട്ടിയേക്കണമെന്നറിയോ. അതൊന്നും കാര്യമാക്കണ്ട, ഇത് നമ്മുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഗൈസ്, എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ചികിത്സയ്ക്കായിട്ടുള്ള പൈസ തന്നിട്ടുണ്ടെങ്കിൽ അത് അതിനകത്തേക്ക് തന്നെ പോയിട്ടുള്ളൂ. ഞാൻ ഇതിന് മുമ്പും അതിന് ശേഷവും ഉള്ള ഒരാളാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എന്തായിരുന്നു എന്നുള്ളത് എന്നെ അറിയാവുന്നവർക്ക് അറിയാം പേഴ്സണലായിട്ട്. എൻ്റെ ഒരു കഷ്ടപ്പെട്ട സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്നെ സഹായിച്ചു. അത് കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്ന് പറഞ്ഞ് ഞാൻ സങ്കടപ്പെടണില്ല.
അതിൽ ഞാൻ സന്തുഷ്ടനാണ്. കാര്യം നിങ്ങൾ എനിക്ക് സഹായിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഈ കളവങ്കോടം ക്ഷേത്രത്തിൽ ഞങ്ങൾ വിവാഹം നടത്തുമ്പോൾ ആ വിവാഹത്തിന് എത്ര രൂപ ചിലവാകും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർത്താൽ നന്നായിരിക്കും. സാധാരണ ഒരു റിസപ്ഷനോ അല്ലെങ്കിൽ വലിയൊരു പരിപാടിയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഹ്യൂജ് എമൗണ്ട് മുടക്കി ഒരു കല്യാണം നടത്തിയെന്ന് നമ്മൾ പറയുള്ളൂ. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കളവങ്കോട് അമ്പലത്തിലുള്ള രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞ സാധനം അത് ശരിക്കും ഒരു ചെറിയൊരു എമൗണ്ടിൽ തീരുന്ന കാര്യമാണ്. 2 പൂമാല വേണം, പിന്നെ അതുപോലെ തന്നെ വധുവരന്മാരുടെ കേരള തനിമയിലുള്ള ഡ്രസ്സ് വേണം, 2 ഫോട്ടോ വേണം, ആധാർ കാർഡിൻ്റെ ഫോട്ടോ കോപ്പി വേണമെന്നും പിന്നെ അവിടുത്തെ അമ്പലത്തിൽ ഒരു ചിലവിന് ഒരു പൈസയും കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇത് സിമ്പിളാണ്, അത് കൊടുത്തത് തൊപ്പിയാണ്. ഞാൻ കൊടുക്കാൻ പോയപ്പോൾ അവൻ പറഞ്ഞ അച്ഛാ വേണ്ട നിൽക്ക് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. തൊപ്പിയാണ് ചെയ്തത്. കാര്യം ഞങ്ങൾ എന്താ പറയുക, ഈ രാവിലെ തന്നെ അങ്ങോട്ട് പോണ വഴിക്ക് ഞാൻ ഇതൊക്കെ എങ്ങനെ സെറ്റപ്പ് ആക്കുമെന്ന് പറഞ്ഞ ടെൻഷൻ അടിച്ച് നിന്നിട്ട് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് പൈസ കൊടുത്ത് നിർത്തിയത് ഒരു 5000 രൂപ എങ്ങനെയെങ്കിലും സെറ്റപ്പ് ആക്കണം അവിടെ കല്യാണമാണെന്ന് പറഞ്ഞിട്ട് അത് സെറ്റപ്പാക്കി നിർത്തിയിട്ട് അത് പക്ഷേ എടുക്കേണ്ടി വന്നില്ല എനിക്ക്. അവൻ തന്നെ കൊടുത്തിട്ട് ആ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കിയിട്ട് ചെയ്തു തന്നു. ലാസ്റ്റ് നമുക്ക് ഡ്രിങ്ക്സ്, അത് വെള്ളം കുടിക്കാനുള്ള വെള്ളം വരെ വാങ്ങിച്ചു തന്നിട്ടാണ് പോയത്. എനിക്ക് തോന്നുന്നു ആ വീഡിയോയിൽ തിരിച്ച് റിട്ടേൺ അതുപോലെ ഇങ്ങോട്ട് വന്ന് കേട്ടിരുന്ന പാർട്ടും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നില്ല, ആ വീഡിയോ നിങ്ങൾ എടുത്ത് കണ്ടു കഴിഞ്ഞാലേ ഇവിടുന്ന് നമ്മള് BM കൊണ്ടുവന്ന് നമ്മുടെ ഷെഡിൽ ഇട്ടതിന്റെ സന്തോഷത്തിന് ഞാൻ കാണിക്കുന്നുണ്ട്, സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ തിരിച്ചു വന്നിട്ട് ഞാൻ ഇവളുടെ ഈ താക്കോല് വാങ്ങിച്ചിട്ട് ഞാൻ ഇവളെ കയറ്റി അതിനകത്ത് ഇരുത്തുന്നു. ഞങ്ങൾ രണ്ടാളും കൂടി നേരെ വെളിയിലേക്ക് പോകുന്നു. ആ ജംഗ്ഷനിൽ പോയി U-ടേൺ എടുത്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് കയറി വരുന്നു. ഇതാണ് വീഡിയോ. അപ്പം അവിടെ നിങ്ങളുടെ തിരിച്ചു വന്ന സംഭവം ആരും കണ്ടില്ല, എല്ലാവരും പൊട്ടന്മാരാ. തിരിച്ചു വന്ന് വണ്ടി ഇതിനകത്ത് കയറ്റിയിട്ടൊന്നും കണ്ടില്ല. ജസ്റ്റ് ഫോർ എ റീൽ പർപ്പസ് എടുത്ത വീഡിയോനെ എന്തായാലും ഈ കേരളത്തിലുള്ള പ്രബുദ്ധ ജനങ്ങളെ കാണിച്ച് അവരോട് പറഞ്ഞ് അവരെ ശരിക്കും പറ്റിച്ചത് ഈ പറഞ്ഞു കാണിച്ചവരാ, അല്ലാണ്ട് ഞാനല്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിനെ തിരുത്താനായിട്ട് തോന്നണമില്ല. കാര്യം നിങ്ങൾ അങ്ങനെ തന്നെ കണ്ട് മനസ്സിലാക്കിയെങ്കിൽ സന്തോഷം, അത്രേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞൊരു എടുത്തൊരു വീഡിയോയിനകത്ത് അച്ഛൻ പറയുന്നുണ്ട് ഇവരെല്ലാരും കൂടാണ് എന്നെ കല്യാണം കഴിപ്പിച്ചേ എന്ന് പറയുന്നുണ്ട്. സത്യമാണോ അത്? അവരെല്ലാം കൂടെ ഒത്തുചേർന്നാണോ? പിന്നെ തീർച്ചയായിട്ടും അവരെല്ലാരും ഫ്രണ്ട്സ് ആണ് ഗൈസ്, നമ്മുടെ ബലം എന്ന് പറഞ്ഞാല്. അപ്പൊ ആ ഫ്രണ്ട്സ് ഒത്തുചേർന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ A to Z കാര്യങ്ങൾക്ക് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര പവറായിട്ട് തോന്നും. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, എൻ്റെ മുന്നിലും പിന്നിലും ആരുമില്ലാത്ത ഞാൻ ബേസിക്കലി അമ്മയുടെ ഒറ്റ മകനാണ്. മറ്റു പലരുടെയും കാര്യത്തിന് ഞാൻ ഇറങ്ങിപ്പോയി അവർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്തതിൻ്റെ ഒരു നേർക്കാഴ്ച, അതിന് നേരെ തിരിച്ച് എനിക്ക് സഹായം ചെയ്യാനായിട്ട് ദയവായിട്ട് കൊണ്ടുതന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. രാവിലെ പച്ചവെള്ളം പോലും കുടിക്കാതെ കൂട്ടത്തിൽ കൂടിയിട്ട് 2-2:30 മണിവരെ അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വിവാഹം നടക്കുമോ ഇല്ലയോ എന്നുള്ള ആ ലാസ്റ്റ് ക്രൂഷ്യൽ മൂമെൻറ്റിൽ വരെ അവരെന്നെ സമാധാനിപ്പിച്ച് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ദൈവാധീനമുള്ള കാര്യമാണ്. വിവാഹത്തിന് ശേഷം ഞങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ആ ഫ്രണ്ട്സ് തന്നെയാണ്. അവരുടെ ആ സ്നേഹവും സന്തോഷവും 1 രൂപ കാശ് മേടിക്കാതെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ പറയണം ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര 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 താങ്ക്ഫുള്ളാണ്. താങ്ക്ഫുൾ ടു ദാറ്റ് ഓൾ ഫ്രണ്ട്സ്. എനിക്ക് അത്രയും ഇഷ്ടമാണ്, അത്രയും സ്നേഹമാണ്. നമ്മൾ അവർക്കിനി എന്ത് കാര്യമുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ രണ്ടാളും ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടുണ്ടാവില്ലേ? അതെ അതെ. അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ എന്ന് കരുതിക്ക. നീ എന്താ മിണ്ടാണ്ടിരിക്കണേ? നോർമലി ഇപ്പം വീഡിയോസ് ചെയ്യുന്നതിൽ അതിൽ കൂടെ എല്ലാം അറിയാം. എനിക്ക് തോന്നുന്ന ആതിരേനെ അങ്ങനെ അധികം അറിയില്ല. അപ്പം അച്ഛൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുമോ? ഗൈസ്, ഇത് ആതിര, ഞാൻ ആദു എന്ന് വിളിക്കും. എൻ്റെ ഭാര്യയാണ്. ഇനി മുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കൂട്ടത്തിൽ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വാഗൊണ്ട്. പക്ഷെ എങ്ങനെയായിരിക്കും എന്നറിയില്ല. പക്ഷെ ഞാൻ ഭയങ്കര തള്ളാണെന്നാണ് പറച്ചില്. ഞങ്ങൾ ഫസ്റ്റ് പരിചയപ്പെട്ടത് ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഞങ്ങളൊരു കോഫി കുടിക്കാന്ന് പറഞ്ഞു. പിന്നെ സംസാരിച്ചു. പിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പം നോക്കാൻ ആരുമില്ല, വീട്ടിൽ ഒറ്റയ്ക്കാണ്, ഒന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വരണം. അപ്പം ഞാൻ നോക്കട്ടെ, ഓൾറെഡി ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് ഞാൻ വരാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാനുമായിട്ടല്ല കമ്പനി ആയത്, അമ്മയായിട്ടാണ് കമ്പനി ആയത്. ഞാൻ നിൽക്കണമല്ലോ ഇവിടെ. അപ്പം ഞാനൊരു ട്രോമയിൽ കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പം ഞാൻ നേരെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാനും കഴിക്കാനും ഒഴിക്കാനും ഒക്കെ പോയ സമയത്ത് ഇവിടെ വീട്ടിലെ അമ്മയെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരുന്നു.
ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ആ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ എൻ്റെ പോരായ്മകളെ കുറിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും പിന്നെ അമ്മയുടെ കമൻട്രി കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റായി. അപ്പം നോക്കുമ്പോഴത്തേക്ക് ആ ഒബ്ജക്റ്റ് ഞാൻ കറക്റ്റാണ്, ഞാൻ വരുന്നത് നല്ല രീതിക്ക് തന്നെയാണ്. ഇവിടെ പലരും കൊണ്ടുവന്ന് രാത്രി ഇറക്കി വിടുമ്പോഴത്തേക്ക് വല്ലാത്ത സിറ്റുവേഷനിലാണെന്നൊക്കെ മനസ്സിലായി. അപ്പം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മെൻ്റൽ സപ്പോർട്ടായിട്ട് എൻ്റെ കൂട്ടത്തിൽ കൂടി. പിന്നെ നൈറ്റ് ഡ്രൈവ് ഞാൻ എങ്ങും ദൂരം ഒന്നും പോകില്ല, അവിടെ അപ്പുറത്ത് ചായ കുടിക്കാൻ കോഫി കുടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് വാന്ന് പറയും. രണ്ടാളും കൂടി പോയിട്ട് വന്ന വഴിക്കൊക്കെ എപ്പോൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഞാൻ എൻ്റെ ട്രോമയിൽ ഞാൻ ഭയങ്കര കരച്ചിലായിരിക്കും. കരച്ചിലെന്ന് പറഞ്ഞാൽ ഒച്ചത്തിലുള്ള എന്നുള്ള കരച്ചിലൊന്നും അല്ല കേട്ടോ, സൈലന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമെങ്കിലും എനിക്ക് ഈ ഓർമ്മകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കണ്ണിനിങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പം പുള്ളിക്കാരത്തി ആദ്യത്തെ പല പ്രാവശ്യമൊന്നും അത്ര മൈൻഡാക്കിയില്ല. പിന്നെ പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തി തന്നെ എൻ്റെ കണ്ണുനീര് തുടച്ചത്. എന്നിട്ട് എന്തിനാ ഇങ്ങനെ ടെൻഷനാണ്, അല്ലെ എന്തിനാ ഇങ്ങനെ ഫീൽ ചെയ്യണേ, നിങ്ങൾക്ക് ഉള്ള ഫീലിങ്സ് ഒന്നും മറ്റാൾക്ക് ഇല്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ എന്നുള്ള രീതിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനതിനെ ഒപ്പോസ് ചെയ്തു. ഇല്ല, അത്രത്തോളം ബ്ലഡിലാണല്ലോ സാധനം. എന്തായാലും ഗോഡ് ഗ്രേസ് അതങ്ങനെ പോയത് കൊണ്ട് ഇത് ഇങ്ങനെ കിട്ടി അല്ലേ. പണ്ട് ആൾക്കാർ പറയുവേ കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടവൻ വരുമെന്ന് പറഞ്ഞു. ഇത് കടുക്കനും ആരെയും കൂടി ഇട്ട ഒരാൾക്ക് വന്നു. തീർച്ചയായിട്ടും ഇത് എൻ്റെ അമ്മ വഴി അറേഞ്ച് മാരേജ് 100% അറേഞ്ച് മാരേജ് ആയിരുന്നു. അറേഞ്ച് ചെയ്തത് എന്നെ രക്ഷിക്കുക എന്നുള്ള രീതിക്ക് വെച്ചിട്ടായിരുന്നു. കാര്യം ഇല്ലെങ്കിൽ ഞാൻ തീർന്നു കേട്ടോ, സീരിയസ്ലി. ഇപ്പോൾ നിങ്ങൾ ഈ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഈ അച്ചായൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഇത്രയും എക്സ്പോസ് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യണം. ചിലപ്പം എൻ്റെ മരണത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ട ഗതി വന്നേനെ. കാര്യം ഒരു ചെറിയൊരു നാരോ പാത്തി കൂടിയാണ് പോയത്. അതിന് ശരിക്കും ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിൽ ഞാൻ പലരുടെയും പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇൻക്ലൂഡിങ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള തൊപ്പിക്കുകയാണെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവൻ എന്നെ വിളിച്ചു ചോദിക്കും, ഞാൻ അവനോട് കാര്യങ്ങൾ പറയും. പക്ഷെ ഇതൊന്നും എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. കാര്യം അവന് പോലും ഈ പറഞ്ഞ ആളിനോട് അത്ര വലിയ താല്പര്യമുള്ള ആളല്ല. ആ കാര്യം മിണ്ടി പോകരുതെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളയാൻ. അപ്പം സീരിയസ്ലി എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഭയങ്കര വലിയൊരു ചേഞ്ചസ് ഇനി വേണ്ട, ഇനി ജീവിതമേ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പക്ഷെ എന്നെ കുറ്റം പറയുന്നവരോട് കൂടിയാണ് ഞാനിതിപ്പോൾ പറയണത്. കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ തീർത്തും ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് കരുതി ലൈഫ് സന്തോഷത്തിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം അതില്ല എന്ന് മനസ്സിലാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്കൊരു യാത്ര, അത് ഭയങ്കര പെയിൻഫുള്ളായിട്ട് നമ്മൾ പോയി തീർന്നു, ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൈൻഡിൽ ഒരു തീരുമാനമൊക്കെ എടുത്ത് ഏത് വിധത്തിലാണിത് തീർക്കേണ്ടത്. ഇത്രയും നമ്മൾ ജീവിച്ചിട്ട് നമുക്കൊന്നും ആകാൻ പറ്റിയില്ല. നമ്പർ 1, നമ്മളെ ആരും ഇഷ്ടപ്പെടുന്നില്ല. നമ്പർ 2, നമ്മൾ ഇഷ്ടപ്പെട്ടവർ നമ്മളെ ചതിച്ചു. അതൊക്കെ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതായത് എനിക്ക് നേരിട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ അവരോട് സംസാരിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് തിരിച്ച് എന്നോട് കാണിച്ച ഈ നമ്മുടെ പച്ചമലയാളത്തിൽ കൊഞ്ഞണം കുത്തൽ എന്ന് പറയില്ലേ, അത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും തകർന്നു. കാര്യം എൻ്റെ വാച്ച്, എൻ്റെ പാൻറ്, എൻ്റെ ബനിയന്, എൻ്റെ ഷൂ, അങ്ങനെ എൻ്റേതെന്ന് പറയപ്പെടുന്ന പല സാധനങ്ങളും ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ അമ്മയുടെ ഷൂ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും ഓരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നും. പിന്നെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് സാമ്പത്തികമായിട്ട് എനിക്ക് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ വിചാരിക്കും സാലറി കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് ആൾക്കാർ വിചാരിക്കണം എന്തായാലും സാലറി കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാനായിട്ട് എന്തോ 20,000-30,000 രൂപയുടെ കേസായിരിക്കും. ഒരിക്കലുമല്ല, ലക്ഷങ്ങളുടെ കേസാണത്. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഓപ്പോസിറ്റ് ആകും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നോട് കാണിച്ച ചതിക്ക് ഒരിക്കലും എനിക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്താന്ന് പറഞ്ഞാലും അതുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് ആരുമല്ല എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ഇപ്പുറത്തേക്ക് എന്നാൽ എനിക്ക് ആരെങ്കിലും ഉണ്ടാകും എന്ന് കരുതാതെ ഞാൻ എൻ്റെ ലൈഫ് കട്ട് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് പലരോടും ഞാൻ പണ്ട് തമാശക്ക് പറഞ്ഞിട്ടുണ്ട്. അവരെന്നോടിങ്ങനെ അവരുടെ വിഷമം കൊണ്ട് പറയുമല്ലോ, അച്ഛാ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം സൂയിസൈഡ് ചെയ്തോടാ, അതിന് കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്യുന്നത്, പിന്നെ നീ അത്യാവശ്യമായിട്ടൊരു കല്യാണം കഴിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഒന്നാണെന്ന്.
അവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, തമാശക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ ലൈഫിൽ ഞാനപ്പോൾ അത് ഇപ്പോൾ ഇങ്ങനെ അത് എടുത്തു വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മനസ്സിലിപ്പോൾ തീരുമാനം എടുത്തു, എന്തായാലും എൻ്റെ ആക്കാന്നുള്ളത്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ചിരിച്ച് കളിച്ച് നടക്കുന്ന ഈ അച്ചായൻ എന്ന് പറയുന്ന ഈ കളിയാക്കുന്ന ആൾക്കാരൊക്കെ തെറി വിളിക്കുന്ന ആള് എന്തുകൊണ്ട് അത്രയും ഉല്ലാസവാനായിട്ട് അല്ലെങ്കിൽ അത്രയും എക്സ്പോസ് ചെയ്ത് സംസാരിച്ചു അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്ത് കാര്യങ്ങൾ നടത്തി എന്ന് പറഞ്ഞാൽ ചിലർക്കുള്ള മറുപടി മാത്രമല്ല, ഇത് തീർന്നു എന്ന് കരുതിയ ലൈഫ് തിരിച്ചു പിടിച്ചതിലുള്ള സന്തോഷമായിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ, തീർന്നു എന്ന് സ്വയം കരുതിയ ലൈഫിനെ തിരിച്ചു പിടിച്ച നിമിഷത്തിലുള്ള ഒരു പവർഫുൾ റിവെഞ്ചിന്റെ എന്ന് വേണേൽ പറയാം, അത്രയും കൂടി എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സന്തോഷ പ്രകടനമായിരുന്നു അത്. തീർത്തും ആർക്കെങ്കിലും ഒക്കെ അത് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. കാര്യം ആരുടെയും ഒന്നും വ്രണപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. അതെൻ്റെ ഒരു സന്തോഷം, അറിവില്ലാത്തവൻ്റെ ഒരു സന്തോഷ പ്രകടനമായിട്ട് കണ്ടാൽ മതി. പിന്നെ നിങ്ങളൊക്കെ പറയുന്ന പട്ടം ചാർത്തി തന്നേക്കണത് വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. പക്ഷെ മറുപടി ഒന്നും തരാനായിട്ട് തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇതുപോലെ കമന്റ്സിൽ വരുന്നുണ്ട് റിവെഞ്ചിനാണ് ഇപ്പം ആദുവിനെ കല്യാണം കഴിച്ചത്. ഞാനിപ്പോ ലാസ്റ്റ് ഒരു ലേഡിയുടെ ഇത് കണ്ടായിരുന്നു കമന്റ്സ്. അല്ല, ശരിക്കും പറഞ്ഞാല് ആദ്യത്തെ തീരുമാനം എടുക്കുമ്പോ സത്യസന്ധമായിട്ട് റിവെഞ്ച് തന്നെയായിരുന്നു. റിവെഞ്ച് എന്നാ പിന്നെ കല്യാണം കഴിച്ചേക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവളല്ലെങ്കിൽ അവളുടെ അമ്മായി എന്നൊക്കെ പറഞ്ഞ് കമന്റൊക്കെ പറഞ്ഞ പോലെ കറുക്കനിട്ടവൻ പോയ കമ്മലിട്ടവൻ പോയ അങ്ങനെയൊക്കെയുള്ള ആ ഒരു സംഭവത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെങ്കിലും പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഇത്രയും പ്രായമില്ലടോ, ഞാൻ എൻ്റെ മനസ്സിൽ എന്നോട് തന്നെ പറഞ്ഞിട്ട് ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചാണെങ്കിൽ ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയത് ദിസ് ഇസ് നോട്ട് എ റിവെഞ്ച്, ഇത് നിന്റെ ലൈഫാണ് സോജ. ആ ലൈഫിനെ നമ്മൾ ആ ഒരു പാത്തിൽ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിക്കും അതിനൊരു വാല്യൂ ഇല്ലാണ്ടായിപ്പോ അല്ലെങ്കിൽ ഒരു മൂല്യം ഇല്ലാണ്ടായിപ്പോ. അപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് ശരിക്കും പറഞ്ഞാല് ഇവളിനി എന്ത് കരുതും, നാട്ടുകാരെന്ത് കരുതും, കേൾക്കണവരെന്ത് കരുതും എന്ന് ഓർത്തല്ല ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയതുകൊണ്ട് പറയാണ്. എനിക്ക് ഇവിടെ ഇപ്പൊ കൂടി ഞാൻ കല്യാണത്തിന്റെ ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ കല്യാണത്തിന് മുന്നേയും കല്യാണം കഴിഞ്ഞ നിമിഷവും അത് കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാല് ആ ഒരു മൈൻഡിൽ എനിക്ക് ആദു എന്നുള്ള വ്യക്തിയിലേക്ക് എത്താനായിട്ടില്ലായിരുന്നു. എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഷീ ഈസ് എ വെരി ക്ലവർ ഗേൾ. അത് സൈലന്റ് ആയിട്ടിരിക്കണം എന്ന് കരുതിയിട്ട് ഒന്നും നിങ്ങൾ വേറെ രീതിക്കൊന്നും ചിന്തിക്കണ്ട. ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ദിവസങ്ങളോ മാസങ്ങളോ എടുത്തിട്ടുണ്ടെങ്കിലും ഞാനൊന്നും അതിന് മൈൻഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ, എന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഒരാളുണ്ടെന്നൊന്നും ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ ഈ ചുരുങ്ങിയ കാലസമയം കൊണ്ട് അവൾ എന്നെ നന്നായിട്ട് വാച്ച് ചെയ്യാനുണ്ടായിരുന്നു, എൻ്റെ പ്രശ്നങ്ങളെ പഠിക്കുന്നുണ്ടായിരുന്നു, ഡിസ്കഷൻ അമ്മയും മോളുമായിട്ടൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ആണ് അങ്ങനത്തെ ഒരു വലിയൊരു തീരുമാനം എടുത്തത്. ഒരിക്കലും തെറ്റായിട്ടുള്ള തീരുമാനം ആവരുത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു റിവെഞ്ച് കല്യാണം എന്ന് പറഞ്ഞ രീതിക്ക് ചെയ്തിട്ടില്ല. അത് അങ്ങോട്ടേക്കൊക്കെ ഞാൻ ഒന്ന് ഒരുങ്ങിയായിരുന്നു. പക്ഷെ അതെന്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവർക്ക് റിവെഞ്ച് നടത്തിയിട്ട് എനിക്ക് എന്ത് പ്രയോജനം കിട്ടാനാ? അവരവരുടെ ലൈഫ് ഇനി എന്തായാലും എനിക്ക് ഒരു പ്രശ്നമില്ല. മനസ്സിലാവുണ്ടോ? എനിക്ക് അവരുടെ കാര്യത്തിൽ എന്തായാലും എനിക്ക് പ്രശ്നം പുകഞ്ഞോ കത്തിപ്പോയോ പുറത്ത് തന്നെയാണ്. ആരുടെ പുറത്തായാലും ഐ ആം ഹാപ്പി. എനിക്ക് അവരോട് നന്ദി മാത്രമേ പറയാനുള്ളൂ. അത് ഞാൻ ക്യാമറയിൽ നോക്കി പറയാം. നിങ്ങൾ ഇങ്ങനെ കാണിച്ചത് കൊണ്ട് എനിക്ക് താണ്ട ഈ ആളെ കിട്ടി. ഇല്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു ദിവസമെങ്കിലും സമാധാനം ഉണ്ടായിട്ടുണ്ടോ? ഒരു ദിവസം പോലും സമാധാനം ഇല്ലാതെ ഞാനിപ്പോ സമാധാനമായിട്ടിരിക്കണത്, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണത്, സന്തോഷമായിട്ടിരിക്കണത്. അപ്പൊ ഒത്തിരി സന്തോഷം, ഒത്തിരി താങ്ക് യു. ഇനിയും ഇതുപോലെയുള്ള ആൾക്കാരുടെ അടുക്കൽ ചെല്ലുക, അവരെ ഒന്ന് ഡിസ്റ്റർബ് ആക്കിയിട്ട് അവർക്ക് ഇതുപോലെയുള്ള ഗിഫ്റ്റ് കൊടുത്തിട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഏജ് ജസ്റ്റ് ഒന്ന് പറയൂ, എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. ലേഡീസ് ഫസ്റ്റ്. എന്റെ വയസ്സ് 25. ഞാൻ 26. അല്ല ഇപ്പോഴത്തെ നീ ചോദിച്ച 18 വരെ. 18 വയസ്സും 25 വയസ്സും. അവള് ഭയങ്കര കോമഡിയാ ശരിക്കും പറഞ്ഞത്. അല്ല
ഈ വയസ്സിന്റെ കാര്യം പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ആയിക്കോട്ടെ, ഇപ്പം 40 വയസ്സുള്ളവൻ 25 കെട്ടി, അല്ലെങ്കിൽ 50 വയസ്സുള്ളവൻ 25, എല്ലാരും പറഞ്ഞ പോലെ 60 വയസ്സുണ്ട്, 70 വയസ്സുണ്ട്, 80 വയസ്സുണ്ട്, അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ. ആകുമ്പോഴത്തേക്ക് ഞാൻ അറിയിക്കാം. എന്തായാലും എനിക്ക് ഇത്രയും പ്രായം കുറഞ്ഞ, അത് ഏതോ ഒരു സ്ത്രീയുടെ കമന്റ് ഞാൻ വായിച്ചു, അച്ഛന്റെ പ്രായമുള്ള ആളെ കെട്ടിയില്ലോ. ഞാൻ ഇന്ന് വേറൊരു സംഭവം കണ്ടായിരുന്നു, 70 വയസ്സുകാരൻ 26 വയസ്സുകാരനെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട്. അതിനൊന്നും ആർക്കൊരു സങ്കടമില്ല. ഇവിടെ ഈ മലയാള നാട്ടിൽ സോജൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് ആ പെണ്ണിന്റെ പ്രായം വെച്ചിട്ടാണ് എല്ലാരും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. കമന്റ് എന്തെങ്കിലും എഴുതാനുള്ള ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കാനായിട്ട് നിമിഷം നേരം മതി. ആ ഫേക്ക് അക്കൗണ്ട് ഇരുന്നിട്ട് ആരെ വേണമെങ്കിലും തെറിവ് പറഞ്ഞിട്ട് തലേ തുണിയിട്ട് തെറിവ് വെക്കുന്നവനൊക്കെ തന്തയില്ലാത്തവരെ കാണിച്ചു എന്ന് ഞാൻ പറയുള്ളൂ. ശരിക്കും ആ ചായന്റെ സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്റർവ്യൂവിൽ അങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് അല്ല, ഇനി എന്റെ കാശ് കണ്ടിട്ടാണ് അച്ഛനെ കെട്ടിയത് എന്ന് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? കാശ് കണ്ടിട്ടാണെന്ന് പറയാനായിട്ട് എന്റെ ഗൈസ്, എന്റെ കയ്യിൽ 10 വയസ്സില്ല. ശരി, നാണം കെടുത്തത് ആവേശം വേണ്ട, ആവേശം വേണ്ട. അതെ, ഇപ്പം ശരിക്കും പറഞ്ഞാല് പുള്ളിക്കാരത്തിയാണ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണത്. ഞാനെന്തും എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കയ്യിൽ ഇല്ല എന്നുള്ളത് ഇല്ലാന്ന് തന്നെയാണ്. ഞാൻ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇപ്പൊ 2-3 മീഡിയാസിൽ നിന്ന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, കൊളാബ് വന്നിട്ടുണ്ട്, ഇതിന്റെയൊക്കെ ഫണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കാശുകാരനാണ്, നല്ല രീതിയിൽ കാശ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്കുള്ള മരുന്നിനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഒരു 15 ദിവസത്തേക്കുള്ള മരുന്നിന് 15,500 രൂപയാണ് ഒരു ഗുളികയ്ക്ക്. അങ്ങനെ 12 ഗുളിക ഉണ്ട് ഇവിടെ. അതിനൊക്കെ ഡിഫറെന്റ് റേറ്റ് ആണ്. അത് നമ്മൾ 15 ദിവസം കൂടുമ്പോഴത്തേക്ക് ഈ സാധനം വാങ്ങിക്കുമ്പോഴത്തേക്ക് എത്ര വലിയ നിക്കർ കയറും കേട്ടോ മക്കളെ, അത് ആദ്യം മനസ്സിലാക്കണം. ഇനി എന്താ ചോദിക്കാനുള്ളത്? പിന്നെ വരുന്നുണ്ട് കുറെ കമന്റ്സ് വരുന്നുണ്ട്, കുറച്ച് നാള് കഴിയുമ്പോൾ ഡിവോഴ്സ് ആവും, എവിടെ വരെ പോവാനാണ്. ഒരു മിനിറ്റിന് വേണ്ടി അങ്ങനെ കമന്റ് ചെയ്യുന്ന സഹോദരങ്ങളുടെ സമാധാനത്തിന് വേണ്ടി വേണേ ഞങ്ങളൊരു ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം പിടിക്കാം. അതിനകത്ത് നായകനും നായികയായിട്ട് ഞാനും ഇവളും അഭിനയിക്കാം. അതിന്റെ ചെലവ് എന്റെ മുത്തുക്കൾ നടത്തും. ക്യാമറ ഫ്രീ ആണ്, എഡിറ്റിംഗ് ഫ്രീ ആണ്, എല്ലാം. അതായത് 2 മാസം കൊണ്ടല്ല, ഞങ്ങൾ അതിന് മുമ്പ് തന്നെ ഈ സാധനം ചെയ്യും. കാര്യം അങ്ങനത്തെ ഒരു പേരിട്ട് ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് സക്സസ്ഫുൾ ആയിരിക്കും. താങ്ക് യു. അങ്ങനത്തെ ഐഡിയ ഒക്കെ നിങ്ങൾ തന്നതുകൊണ്ട്. അതെ അത് തന്നെ, അവർ ആ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ കണ്ടാൽ മതിയല്ലോ. നമ്മൾ സന്തോഷം തന്നെ. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടായിക്കോട്ടെ. ഞങ്ങൾക്ക് ഈ വർക്ക്, ഞങ്ങളുടെ മേഖല തന്നെ ഇതാണല്ലോ. ഒരാളെ കൂടി നമുക്ക് കിട്ടിയെന്ന് വേണം പറയാം. ഇതിപ്പോ നമ്മള് ആദ്യം അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനൊന്നുമില്ല, അങ്ങനെ വലിയ താല്പര്യങ്ങളൊന്നുമില്ല, ചെറിയ താല്പര്യങ്ങളൊക്കെ. അപ്പൊ കളഞ്ഞ കാശിന്റെ കണക്ക് ഏതാണ്ടൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇതൊന്നും കൊണ്ട് ഇങ്ങേർക്ക് മതിയായില്ലേ എന്നാണ്. പിന്നെ തൊപ്പിയാണ് കല്യാണത്തിന്റെ എല്ലാ ചെലവും കാര്യങ്ങളും എല്ലാം നോക്കിയെന്ന് പറയുന്നുണ്ട്, സത്യമാണോ? അതാണല്ലോ, ഞാൻ എന്റെ കയ്യിലെ പൈസ കൊടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ അച്ഛൻ പറഞ്ഞേ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ജിപേ ചെയ്ത് കൊടുത്തോ എന്തോ ചെയ്തോ. ഞാനവിടെ ബിസി ആയിരുന്നു. ഞാൻ പറഞ്ഞ പൈസ കൊടുക്കലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു വേണ്ട ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ അതൊരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് അവനത് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പം വേറൊരു കമന്റ്, ഇപ്പൊ നീ അത് പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാല് വേറൊരു കമന്റ് ഞാൻ വായിച്ച് പൊട്ടി ചിരിച്ചു. ഇനിയിപ്പം ഒരാൾക്ക് കൂടി തൊപ്പി ചെലവിന് കൊടുക്കണമല്ലോ എന്ന്. പക്ഷെ സത്യം പറഞ്ഞ അവൻ എനിക്ക് ചെലവിന് തന്നിട്ടേ ഇല്ല. ഞാൻ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛായ ഞാനിവിടെ പണ്ടാറിറങ്ങി നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ അങ്ങനെ ചോദിക്കേണ്ട അവസരം ഉണ്ടാക്കിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനെ ഇങ്ങനെ നിങ്ങൾ കുറ്റം പറയരുത് ഗൈസ്. ദൈവത്തിന് നിരക്കാത്ത പറയരുത് കേട്ടോ. പിന്നെ ഞാൻ ഇത് മതം വെച്ചൊന്നും പറയുകയല്ല, അച്ഛൻ എല്ലാവർക്കും അറിയാം, അതുമാണേലും ക്രിസ്ത്യനാണ്. പക്ഷെ ഞങ്ങൾ കല്യാണം നടന്ന ഒരു അമ്പലത്തിൽ വെച്ചാണ്.
അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാമെന്നൊരു ഇത് ചെയ്ത് രണ്ടുപേരും ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണോ? തീർച്ചയായിട്ടും കാര്യം ഞാൻ നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ, ടു ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാല് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കേണ്ട സ്ഥലം തേടിയാണ് നടന്നത്. അപ്പം ഒരിക്കലും മനസ്സിൽ രജിസ്റ്റർ ഓഫീസ് എന്നുള്ളതാണ് മാത്രമാണ് മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷെ സത്യം അപ്പം ആ സാധനം നേരെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിലേക്ക് പോയപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും മുന്നും പിന്നും ചിന്തിക്കേണ്ടി വന്നില്ല. കാര്യം എൻ്റെ നാടും കൂടിയായിട്ടുള്ള സ്ഥലത്ത് അത് നമുക്ക് എന്തോ ഒരു മുജ്ജന്മ കണക്ഷൻ ഉള്ള പോലെ തോന്നി. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നമുക്ക് അവിടെ നമുക്ക് സെറ്റ് ആക്കിയ പോലെ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അവിടെ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ റെഡിയാക്കി. എന്തായാലും നല്ല രീതിയിൽ തന്നെ എല്ലാം കഴിഞ്ഞു. ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് ഈ ജാതി മതം എന്ന് പറഞ്ഞ പരിപാടിയിലേക്കൊന്നും ഞങ്ങൾ എത്തി നോക്കാറില്ല. കാര്യം ഞാനൊരു മനുഷ്യനാണെന്നുള്ള രീതിക്ക് മാത്രമാണ് ഞാൻ വളരാനും ജീവിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവന്റെ അമ്പലത്തിലും ചൊവ്വാഴ്ച ചങ്ങനാശ്ശേരി പെരുന്ന അമ്പലത്തിലൊക്കെ ഞാൻ സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അവിടുത്തെ ക്ഷേത്രം ജീവനക്കാർക്കും അതുപോലെ തന്നെ ഏതൊക്കെ അമ്പലത്തിൽ പോകുന്ന ആ അമ്പലത്തിലുള്ള എല്ലാ ജീവനക്കാർക്കും എന്നെ നന്നായിട്ട് അറിയാം. എൻ്റെ പേര്, എൻ്റെ നാള്, എൻ്റെ കൂടെയുള്ള ആളിൻ്റെ നാള്, പേര്, ഏത് തരത്തിലുള്ള പൂജകളാണ്, പ്രാർത്ഥനകളാണ്, വഴിപാടുകളാണ് അവിടെ നടത്തുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് ഞാനൊരു ഫോൺ കോൾ ചെയ്താൽ മതി, ശ്രീയേട്ടാ ഞാനങ്ങ് വരികയാണെന്ന് ചങ്ങനാശ്ശേരി വിളിച്ച് പറഞ്ഞാലും അനുവിന്ന് ഞാനിവിടെ വിളിച്ച് നെട്ടൂര് പറഞ്ഞാലും ഒക്കെ കാര്യങ്ങൾ അവിടെ റെഡിയാക്കി വെക്കും. നമ്മളവിടെ ചെല്ലുക, പ്രാർത്ഥിക്കുക, സാധനം കൊടുക്കുക, വാങ്ങിക്കുക, തിരിച്ചു വരിക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് എന്റേതെന്ന് പറയത്തക്ക രീതിയിലുള്ള ക്ഷേത്രം തൃശ്ശൂരുണ്ട്. അത് എൻ്റെ അയ്യപ്പന്റെ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ ശരിക്കും പറഞ്ഞ രക്ഷാധികാരിയും മേൽശാന്തിയൊക്കെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ബന്ധമാണുള്ളത്. അവരൊക്കെ ആയിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഭയങ്കര മാനസിക ബുദ്ധിമുട്ടോ വിഷമങ്ങളോ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടായ സമയങ്ങളിൽ, ഇതിനു മുമ്പും ഓരോ വീഴ്ചകളൊക്കെ ഉണ്ടായ സമയത്തൊക്കെ ഞാൻ ആ അമ്പലത്തിന്റെ നടയിൽ പോയി ദിവസങ്ങളോളം ഇരിക്കാറുണ്ട്, അവിടുത്തെ ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ ഭയങ്കര ഒരു വല്ലാത്ത രീതിയിൽ മാനസികമായിട്ടുള്ളൊരു സുഖം അനുഭവിക്കുന്ന മനുഷ്യനാണ്. അപ്പം പള്ളികളിലും അമ്പലങ്ങളിലും മോസ്കിലും ഒക്കെ പോകുന്ന ഒരു സാധാരണ വ്യക്തിയാണ്. ഈ എല്ലാ മതങ്ങളെയും ഞാൻ അംഗീകരിക്കുന്നുണ്ട്. കാര്യം ഹിന്ദു എന്നല്ല, ഹിന്ദ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നതെന്നൊക്കെ വായിച്ച് മനസ്സിലാക്കിയതാണ്. പിന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള നളന്ദ സർവകലാശാല നമ്മുടെ സ്വന്തമാണ്. അവിടെ യേശുക്രിസ്തു വരെ വന്ന് വിദ്യാഭ്യസിച്ചിട്ട് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും എന്താ പറയുക, നമ്മുടെ സംസ്കാരത്തിനെയാണല്ലോ നമ്മുടെ മതം എന്ന് പറഞ്ഞ് മാറ്റിയിരിക്കുന്നതല്ല, ആ സംസ്കാരത്തിനെ മാത്രം ആദരിക്കുന്ന, പ്രപഞ്ചശക്തിയെ നന്നായി ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വണ്ടിക്കകത്ത് ബുദ്ധനാണ് ഇരിക്കുന്നത്. പലരും എന്നോട് ചോദിച്ചു എന്താ മാതാവിന്റെ ഫോട്ടോ വെക്കാത്ത, കർത്താവിന്റെ ഫോട്ടോ വെക്കാത്ത. ഞാൻ പറഞ്ഞു ആരാണെങ്കിലും ഗുരുവിനെ വെക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. പല പ്രാവശ്യം പലരോടും ഞാൻ പറയേണ്ടി വന്നിട്ടുണ്ട്, പലരോടും ഞാൻ വഴക്കുണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഒരു മതത്തിലും ഞാനങ്ങനെ എന്താ പറയുക കുറവോ കുറ്റോ കൂടുതലോ ഒന്നും കണ്ടിട്ടില്ല. എല്ലാവരോടും ഭയങ്കര ബഹുമാനവും സ്നേഹവും വിശ്വാസമാണ്. ഇപ്രാവശ്യം ഞാൻ ലാസ്റ്റ് അയ്യപ്പൻ്റെ പോയിട്ട് വന്ന ശബരിമലയ്ക്ക് പ്രോപ്പർ വ്രതം എടുത്തിട്ട് 18 പടിയും ചവിട്ടി, ഇരുപടി കെട്ടുമായിട്ട് ചവിട്ടി ഞാൻ മിക്കവാറും പോകാറുണ്ട്. എനിക്കൊരു തോന്നലുണ്ടാവണം, അതിനായിട്ട് നമ്മളൊന്ന് ഒരുങ്ങാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് കിട്ടണം. നോൺ വെജ് കഴിക്കാൻ പാടില്ല, ഷേവ് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനായിട്ട് എനിക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടുകഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പോകും. എനിക്കതൊരു ഭയങ്കര ഒരു ലഹരിയാണ് ശരിക്കും പറഞ്ഞാൽ. ഗുരുവായൂരമ്പലം പുറത്തുനിന്നാണെങ്കിലും തൊഴാൻ പോകാറുണ്ട്. മൂകാംബിക ക്ഷേത്രത്തിൽ ഞാൻ എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് എനിക്ക് എണ്ണയില്ല, ഞാൻ പോകാറുണ്ട്. നിൽക്കണ നിപ്പിൽ പോകും. എൻ്റെ ട്രിപ്പൊക്കെ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. അമ്പലങ്ങളിലേക്കുള്ള ട്രിപ്പുകളാണ് മാക്സിമം ഞാൻ യൂസ് ചെയ്യാറില്ല, ഞാൻ പോകാറുള്ളത്. പക്ഷെ എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ അവിടെ പോയി ഫോട്ടോസ് എടുക്കലോ പോസ്റ്റ് ചെയ്യലോ ഒന്നുമില്ല. എന്നിരുന്നാലും കൂട്ടത്തിലുള്ളവൻ ഏതെങ്കിലും ഒരുത്തൻ ഇതുപോലത്തെ ഒരു യോയോ ആണെങ്കിൽ അവൻ ഫോട്ടോസൊക്കെ എടുത്ത് തരും. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഞാനത് പോസ്റ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ ഇപ്പൊ ലാസ്റ്റ് ഞാൻ ദൂരത്തേക്ക് പോയത് പത്തനംതിട്ടയിലെ ഒരു മുരുകൻ കോവിലാണ് പോയത്. അവിടെ ശരിക്കും മുരുകൻ എന്ന് പറയുന്ന ആ പ്രതിഷ്ഠ ആഫ്റ്റർ പൂജ അവിടെ മുരുകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട്. അതായത് സ്വാമിയായിട്ട് തന്നെ അദ്ദേഹം ഇരുന്നിട്ട് ഒരു വാക്കുകൾ പറയുമായിരുന്നു. അതൊക്കെ ഭയങ്കര
ചിലര് പറയും അന്ധവിശ്വാസം എന്ന് പറയും, പക്ഷെ ഒരിക്കലും അല്ല. എന്നോട് എന്റെ കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എന്റെ പൊന്നോ, ഞാൻ കിടുങ്ങിപ്പോയി. അത് ഭയങ്കര രസം. അപ്പം ദൈവം എന്ന് പറയുന്ന ഒരു ആളിനെ നമ്മൾ ഏത് തരത്തിൽ വേണമെങ്കിലും ആരാധിക്കാം, ഏത് തരത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം. അത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മളത് നോക്കി കണ്ടെടുത്താൽ മതി. അത് ഇന്നത് തന്നെ വേണമെന്നുള്ള രീതിക്കൊന്നും എന്നെ കിട്ടുമില്ല, ഞാൻ അങ്ങനെ പോകില്ല. ഞാൻ ആ പ്രപഞ്ചശക്തി, ആ ഒരു യൂണിവേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളില്ലേ, അതിനെ ഞാൻ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നു. നമ്മൾ അതിനോട് പറഞ്ഞാൽ മതി. ഇപ്പൊ എൻ്റെ അമ്മ തന്നെയാണെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് എന്നോട് പറഞ്ഞു, എടാ ഞാൻ ഇവിടെ നിന്ന് ആലോചിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച കാര്യമാടാ ഇവിടെ ഇപ്പൊ നിന്റെ കൂട്ടത്തിരിക്കുന്നത്, ഞാനാണ് അതിന്റെ ആള്, നീ പോയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ മനസ്സുകൊണ്ട് എന്തിനെ കുറിച്ച് അത്ര അധികം ആഗ്രഹിക്കുന്നു, അത് നമ്മളിലേക്ക് എത്തും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അത്. അഭിനന്ദ ആദു അമ്പലവാസിയാണ് അല്ലേ? അച്ചായനും ആദുവും അതങ്ങനെയാണ്. അച്ചായന്റെ അച്ചായത്തേക്ക് ഒത്തിരി ഉണ്ട്. അച്ചായനും ആദുവും അല്ലേ? അച്ചായന്റെ ഒക്കെ അച്ചായത്ത് ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ പേരുകൾ കുറെ ഉണ്ടെന്നാണ്. അതാണ് രസം, ഇടയ്ക്ക് തള്ളു പറയണല്ലോ, എന്നാലും രസല്ലേ. പക്ഷെ പുള്ളിക്കാരത്തേക്ക് അങ്ങനെ ഒരു ജലസ് ഫീല് അല്ലെങ്കിൽ എന്താ പറയാ ഒരു പൊസസ് സംഭവം ഒന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇനി വരുന്നുള്ളൂ എന്നെങ്കിൽ വണ്ടി പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്നെ കൊറേ പെണ്ണുങ്ങള് ഫ്രണ്ട്സ് വിളിച്ചിട്ട് അച്ഛാ എന്ത് പണിയാ കാണിച്ചത്, ആ ചോദ്യം ചോദിക്കുമ്പോഴേക്ക് ഞാൻ ഞെട്ട്, എന്താണോ പറയാൻ പോണ, സ്പീക്കർ ഫോൺ വേറെ. അപ്പൊ എന്ത് പണിയാ അച്ഛാ കാണിച്ച, കല്യാണം വിളിച്ചില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കാണ് ഓ സമാധാനം. അതൊക്കെ കേക്കും. ഒരാണ് പോലും വിളിച്ചു ആണുങ്ങൾ വിളിക്കുന്നത് കണ്ടില്ല, ഫുള്ള് പെണ്ണുങ്ങളാണ് വിളിക്കുന്നത്. ഇപ്പൊ പുതിയൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. ആ ചെറുക്കൻ പറയും ഇപ്പൊ പെമ്പിള്ളേരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കണ്ട അച്ഛാ, ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു, നീ കീപ് മെസ്സേജിങ്. എന്തായാലും കൊള്ളാം. പിന്നെ ഞാൻ ചോദിക്കാൻ എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞു, അപ്പൊ ഇനി ഒരു റിസപ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊരു ഫംഗ്ഷൻ നിങ്ങൾ വെക്കുന്നുണ്ട്? ആഗ്രഹം ഉണ്ടായിരുന്നു റിസപ്ഷൻ വെക്കണമെന്നുള്ളത്, 100% ആഗ്രഹം. എന്റെ കല്യാണം ഇങ്ങനെ ഒരു നൈസായിട്ട് പോയി ആരും ഒന്നും അറിയാതെ പോകരുത് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിന്നിരുന്നത്. പക്ഷെ ഇത്രയും ചെറിയൊരു BMW എന്റെ കൂട്ടുകാരൻ കൊണ്ടുവന്ന് എടുത്തത് ഞാൻ പുറത്തേക്കൊന്ന് ഇറക്കി തിരിച്ചു കയറ്റിയ വീഡിയോ ഇട്ട് ഇത്ര വിപ്ലവമായ സ്ഥിതിക്ക് ഞാനിനി എന്താ പറയാ റിസപ്ഷനും കൂടി വെച്ച് നാട്ടുകാർക്ക് തീറ്റി കൊടുത്ത് നല്ല രീതിക്ക് ഒരു പരിപാടി പ്ലാൻ ചെയ്യാണെങ്കിൽ അതെന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ, അതെന്താണ്, അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ശേഷിയും ബോധവും ബുദ്ധിയൊന്നും ഇല്ലാത്ത ആൾക്കാരോട് ഞാൻ എന്ത് പറയാനാ. എന്തായാലും ഞാൻ റിസപ്ഷൻ ഭയങ്കര വലിയ രീതിയിൽ വെക്കണമെന്നില്ല. എന്റെ മീഡിയ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരെ മാത്രം വിളിച്ചിട്ട് ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ ഞാനത് ശരിക്കും പറഞ്ഞാൽ അത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ കുറച്ച് ആൾക്കാര് ഫ്രണ്ട്സ് അല്ലാണ്ട് കൊളാബ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ വിളിക്കുന്നവരോട് ഞാൻ അതാ സംസാരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ സംസാരിച്ചപ്പോഴത്തേക്ക് അവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര പേരുണ്ടാവും എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്യും. എന്താണെന്നേ നമ്മള് സന്തോഷിക്കാനായിട്ടുള്ള അവസരങ്ങൾ തട്ടിത്തെറിപ്പിക്കുകയാണ് ആൾക്കാർ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു ലൈഫിന്റെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരാളോട് ഒരു ഹെൽപ്പ് ചോദിച്ചു പോയി എന്ന് പറഞ്ഞതിന് ശേഷം, എൻ്റെ അമ്മയെ ചികിത്സിക്കാൻ ഞാൻ ആൾക്കാരോട് പൈസ ചോദിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം എനിക്കൊരു സന്തോഷം അല്ലെങ്കിൽ എനിക്കൊരു കല്യാണം അല്ലെങ്കിൽ എൻ്റെ ഒരു സന്തോഷത്തിനുള്ള ഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പാടില്ലെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ശരിക്കും പറഞ്ഞാല് തന്നവർക്ക് അറിയാം അവരെത്ര രൂപ തന്നിട്ടുണ്ടോന്നുള്ളത്. പിന്നെ ഒരു ഇതുണ്ട്, ഈ മൂന്നാർ പോണ കേസ് പറഞ്ഞപ്പം വയ്യാത്ത അമ്മേനെ ഇട്ടായിട്ടാണ് പോകുന്നത്.
അല്ല ഈ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും സ്നേഹബന്ധം അല്ല ഇത്രയും പരിചയം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. ഞാൻ എൻ്റെ അമ്മയെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് മൂന്നാർ പോയിട്ട് ഈ ഏതെങ്കിലും ഒരു അടുത്ത തവണ ഒരു പോവും അങ്ങനെ പോകും തോന്നുന്നുണ്ടോ? എന്നെ അറിയാവുന്നവര് ഒരു മാസമൊന്നും അല്ല. അത് ആ പറയുന്ന കണക്കൊക്കെ വളരെ തെറ്റാണ്. 43 ദിവസത്തോളം എൻ്റെ അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. അഡ്മിറ്റ് ആയതിന്റെ 2-3 ദിവസമാണ് ഞാൻ വീഡിയോ ഇട്ടത്. ആ വീഡിയോ ഒക്കെ ചിലപ്പോൾ ഈ പൊട്ടന്മാർ ഇന്നലെ ഇന്നൊക്കെ ആയിരിക്കും കണ്ടേക്കണത്. അത് എന്റെ തെറ്റല്ല. പോസ്റ്റ് ചെയ്ത ഡേറ്റ് നോക്കണം. പിന്നെ എക്സ്പെഷ്യലി ഒരു കാര്യം പറയാനുള്ളത്, അമ്മ ഡിസ്ചാർജ് ആയ ദിവസം അതായത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അമ്മ ഡിസ്ചാർജ് ആയ ദിവസം ഞാൻ എൻ്റെ വാളിന്ന് എല്ലാ വീഡിയോസും ഡിലീറ്റ് ആക്കിയിരുന്നു. അത് അസഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ എന്നെ കൊളാബ് ചെയ്ത ആരുടെയെങ്കിലും കയ്യിൽ ഞാൻ ഡിലീറ്റ് ആക്കി അതും ഡിലീറ്റ് ആയി പോകത്തുള്ളൂ. കൊളാബ് ചെയ്ത ആരുടെയും കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. എനിക്കത് നിങ്ങൾ ചെയ്ത സഹായം അത്രയും മതി. ഇനി ഇപ്പൊ നിങ്ങളെ കൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ളത് ഞാൻ ഈ 10 ദിവസത്തിന് ശേഷം ഇട്ട വീഡിയോ 30-33 ദിവസം ഞാൻ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. എനിക്ക് എന്താ വരുന്നോണ്ടിരിക്കണേ, എത്ര ദിവസം പൈസ വരും. ആദ്യത്തെ 2-3 ദിവസം എനിക്ക് പൈസ വന്നോണ്ടിരുന്നു. പിന്നെ ഇങ്ങോട്ട് എന്റെ ഫോണിൽ ഒരു മെസ്സേജും വന്നില്ല. ഞാൻ ഇതിന് കംപ്ലൈന്റ് ആയെന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് കംപ്ലൈന്റ് ഒന്നും അല്ല, ഞങ്ങൾ ഇട്ടപ്പോൾ അതേ വന്നായിരുന്നു, 1 രൂപ ഇട്ട് നോക്കി എടുത്ത്. അപ്പൊ പറഞ്ഞിട്ടുണ്ട് കംപ്ലൈന്റ് എന്ന് വെച്ചാൽ ആരും ഇടാഞ്ഞിട്ടാന്ന് മനസ്സിലായി. അങ്ങനെ എൻ്റെ ഒരു ആവശ്യം പറഞ്ഞ് ചോദിച്ചിട്ട് എനിക്ക് കിട്ടാവുന്ന കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ എന്ന് റിയലായിട്ട് മനസ്സിലാക്കിയ ഞാൻ പിന്നെ അത് ഉപേക്ഷിക്കുകയും ചെയ്തു. അതിനൊരു ശ്രമം നടത്തിയിട്ടില്ല ഒരിക്കലും. എന്തിനധികം പറയണേ, എൻ്റെ ആവശ്യം നടക്കാതെ പോയിട്ടും നാട്ടുകാരെ വായിക്കുന്നത് ചീത്ത കേട്ടോണ്ടും അല്ലെങ്കിൽ ഈ പള്ളു പറയണ ഫേക്ക് പുണ്ടകളുണ്ടല്ലോ, ശരിക്കും സെവറൽ ഡാഡി സിൻഡ്രംസ് ഉള്ളവന്മാര് ഇങ്ങനെ എഴുതി വിടുമ്പോൾ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ കൊടുത്തേക്കുന്ന എൻ്റെ പ്രോമിസറി നോട്ടിനെ കുറിച്ച് എനിക്കും ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേഷനും മാത്രമേ അറിയാവുള്ളൂ. എന്തായാലും നടക്കട്ടെ, എങ്ങനെയെങ്കിലും അത് അടച്ച് ചെയ്യും. എന്താ പറയാ, പേര് രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിക്ക് നിൽക്കുകയാണ് ഞാൻ. എന്നാലും എവിടുന്ന് എങ്ങനെ എന്നൊക്കെ ഉള്ളത് എന്തായാലും വഴി കാണാം. ആരും എനിക്കിനി പൈസ ഒന്നും സഹായിക്കണ്ട. ഞാൻ പൈസ ചോദിച്ച് ഇനി വരുമില്ല. കാര്യം ഇനി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഇനി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്നെ സഹായിക്കണമെന്ന് പറയില്ല. ഇപ്പൊ പലരും പെട്രോൾ അടിക്കാൻ വേണ്ടി ചോദിക്കും, ഭാര്യയുടെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് തൊലിഞ്ഞമാര് കമന്റ് ഇടുന്നുണ്ട്. അവന്മാരോട് പ്ലീസ്, നിങ്ങൾക്ക് വളരെ ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഞാൻ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളോട് ആരെയും ഈ മീഡിയയിൽ വന്നിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറയില്ല. അത് ഞാൻ പറഞ്ഞത് എൻ്റെ തെറ്റ്, ആദ്യമേ പറഞ്ഞത്, അത് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ആരോടെങ്കിലും ഒക്കെ ഞാൻ പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. കാര്യം എനിക്കൊരു ലൈഫ് സ്റ്റൈലുണ്ട് ഗൈസ്. ആ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഞാൻ പുറകോട്ടോ മുന്നോട്ടോ പോകാനായിട്ട് ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിലോ ഒക്കെ ഇതിന് മുന്നേ, അതായത് ഈ ഒരു 44 ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് പോയി കഴിഞ്ഞ് കാണാൻ പറ്റും. റീൽസ് ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും എൻ്റെ രീതിയാണെങ്കിലും. അപ്പം ഞാൻ ഒരാളെ നന്നായിട്ട് സഹായിച്ചിരുന്നു, ലക്ഷങ്ങൾ കൊടുത്ത് സഹായിച്ചിരുന്നു. ആ ആള് ആ സമയത്ത് എന്നെ തിരിച്ച് സഹായിച്ചിരുന്നെങ്കിൽ എനിക്കിതുപോലത്തെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, എന്തെങ്കിലും ആക്ടിവിറ്റീസോ എന്തെങ്കിലും അങ്ങനെ പോയിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു പരിപാടിയും നമ്മളില്ല. അങ്ങനെ ഇഷ്ടപ്പെടാത്ത പരിപാടികളൊന്നും ഇല്ല. എന്നാലും ചെറിയൊരു ഇഷ്ടക്കേടുണ്ട്. ഒരു സാധനം ഉണ്ടല്ലോ, ഫോൺ. 24 മണിക്കൂറായാലും തന്നെ ഈ റീൽസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എന്റെ കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് നെടുവീർപ്പെടാൻ വേണ്ടിട്ട് ഞാൻ എടുത്ത് വെക്കാറുണ്ട്. എന്തോരം റീലാണ് ദൈവമേ പിള്ളേർ ഇട്ട് വെച്ചേക്കണമെന്ന് അറിയാമോ? ഒന്ന് കണ്ടു കഴിയുമ്പോ അടുത്ത സാധനം, ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഒക്കെ എന്റെ സാധനങ്ങൾ വന്നോണ്ടിരിക്കണേ. അപ്പൊ ഇത് കാണാനും ഇതിന്റെ കമന്റ്സ് കാണാനും സമയം കിട്ടുന്നില്ല. അതില്ലേ ഇപ്പൊ ഫോണിപ്പോ ഓഫായി പോയല്ലോ, ഓഫായി പോയി കുത്തി 1% വന്നിട്ടില്ല. എന്തോ കുടിക്കുക 5 മിനിറ്റത്തേക്കൊക്കെ ഞാൻ റെസ്റ്റ് വയ്ക്കും. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് എന്തിനാണെന്നറിയോ? ചോറുണ്ട് പെട്ടു 5 മിനിറ്റ് ഫോൺ റെസ്റ്റ് കൊടുക്കുന്ന ടൈമാണ് ഫുഡ് ടൈം.
ഫുഡ് തരില്ല എന്ന് പറയാം ഫോണിൽ കളിച്ചോണ്ട്. പക്ഷെ വണ്ടി ഓടിക്കുമ്പോ നല്ല രസമാണ് കേട്ടോ. ആണോ? നന്നായിട്ട് വർത്തമാനം പറഞ്ഞു പോകും. ഇവിടെ വരുമ്പോ ആളുടെ സ്വഭാവം മാറും. പിന്നീട് എന്താണ് നീ കാളിപ്പോ അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഞാൻ വെളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഗേറ്റ് തുറക്കാൻ വേണ്ടി ആളിറങ്ങുമല്ലോ. അപ്പൊ എന്നോട് പറയും എന്തായാലും ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോ ഇനി ആള് മാറിക്കോണമെന്ന് പറഞ്ഞു കേട്ടോ. വെളിയിൽ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോ ഗേറ്റ് തുറക്കാൻ ആളിറങ്ങുമ്പോ ആ ജസ്റ്റ് മൂമെന്റിൽ എന്നോട് പറയാണ് വീടെത്തിയിട്ടുണ്ട്, ഇനി ആള് മാറിക്കോളുമല്ലോ. അപ്പൊ അവിടേക്ക് എന്താ സംഭവം? അല്ല പുറത്ത് പോകുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് സംസാരിക്കുകയും നല്ല മൂഡിൽ അകത്ത് കയറുമ്പോ ഇല്ല, അത് ഒന്നും ഇല്ല. ഞാൻ കുറച്ച് മനുഷ്യനല്ലേ, നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് കുറച്ച് മസ്റ്റ് ഫീൽസ് ഒക്കെ ഉണ്ട്. അത് മാറും, കാലക്രമേണ മാറിക്കൊണ്ടിരിക്കും. ചെറുതായിട്ടൊക്കെ മാറ്റം വരുന്നുണ്ട്. വണ്ടിക്കകത്ത് ഇരിപ്പുണ്ടെന്നാണ് എന്റെ ഒരു ഡൗട്ട്. അല്ല ഓരോ പേരൊക്കെ എഴുതി വെച്ച് കോൾ മീ ഐ ലവ് യു എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ വന്നിടക്കൊക്കെ ഞാൻ നോക്കുമ്പോൾ ഫോണിന്റെ കവറിനകത്ത് അത് സൂക്ഷിച്ചു വെച്ചോണ്ടാ ഇറങ്ങണത്. താഴെ പോവല്ലേ ഉറുമരിക്കുന്നത്. ഞാൻ പിന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, അച്ഛന്റെ ബർത്ത്ഡേയുടെ അന്ന് തൊപ്പിയൊക്കെ ഇവിടെ എനിക്ക് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നായിരുന്നു. അന്ന് അച്ഛൻ ഒരു ഡയലോഗ് അടിച്ച് തൊപ്പി ഒന്ന് പോകുന്നവരൊക്കെ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇല്ലടാ ആരും ഫോണില് ഫോട്ടോ ഇട്ടത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ല ചില കാര്യങ്ങളില് ക്ലാരിറ്റി വരട്ടേന്ന് കരുതിയിട്ട് വെച്ചോണ്ടിരുന്നു. ശരിക്കും ഞാൻ മണ്ടനായിരുന്നു കേട്ടോ. പൊട്ടാന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ മണ്ണാന്നൊക്കെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊന്നും നമ്മൾ ശരിക്കും അതൊന്നും തമാശക്ക് ഇഷ്ടം കൊണ്ട് വിളിക്കണമല്ലേ. ശരിക്കും പൊട്ടനാക്കി മണ്ടനാക്കി കണ്ടപ്പോഴത്തേക്ക് ഞാനത് ഡിലീറ്റ് ആക്കി. ഞാനത് കണ്ടപ്പോ അത് പറഞ്ഞു മാറ്റെന്നൊക്കെ പറഞ്ഞു. അല്ലല്ല, ഇന്റൻഷൻ എനിക്ക് അറിഞ്ഞതല്ലേ. അത് മാറ്റിക്കൂടെ, തൊപ്പി ചോദിക്കുന്നുണ്ട്, അമ്മ ചോദിക്കുന്നുണ്ട്, അങ്ങനെ കാണുന്നവരെല്ലാം ചോദിക്കുന്നുണ്ട് നിനക്കെന്താ പ്രാന്തുണ്ടോ അത് മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ഇല്ല ഇരിക്കട്ടെ. അതൊരു ഉത്തരമില്ലാത്ത ചോദ്യമാണ് ശരിക്കും പറഞ്ഞ. ഞാൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അപ്പൊ പിന്നെ അതിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അത് ഫോൺ തുറക്കുമ്പോ ആദ്യം തന്നെ ദൈവത്തിന്റെ ഫോട്ടോ നമ്മൾ ഇടുമല്ലോ. ഞാൻ പറഞ്ഞാലോ ഒരു 5 മിനിറ്റത്തേക്ക് മാത്രമേ ഇവിടെ സൈലന്റ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്നും സ്റ്റാർട്ട് ചെയ്ത വലിയ എക്സ്പ്രസ് പോലെ കയറി പോകുന്നത്. എന്റെ പൊന്നോ, ചേട്ടന്റെ ഫോണിലെ ഏറ്റവും വലിയ ദൈവമായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഫ്രണ്ടിലിട്ടോ. ഒരു കാലത്ത് അപ്പൊ അത് ഫ്രണ്ടിലങ്ങ് ഇട്ട് വെച്ചിരുന്നു. പിന്നെ അത് മാറ്റിയില്ല. പിന്നീട് അത് ക്രമേണ മാറ്റിയെടുത്തു. അല്ല ഞാൻ എന്നിട്ട് ഇതിപ്പം ഒരു സോറി പറയുന്നതിനേക്കാളും കാര്യം നമ്മൾ മനസ്സിലാക്കിയില്ല, നമ്മൾ നമ്മുടെ തോന്നിയാസം കാണിച്ചു. അപ്പൊ സോറി പറയുന്നതിനേക്കാളും ഗുഡ് അതാണല്ലോ എന്ന് കരുതിയിട്ട് ഇപ്പം ഇവളുടെ ഫോട്ടോയാ കിടക്കണേ. അല്ലെങ്കിൽ ചീട്ട് കയറുന്ന മനസ്സിലാക്കി. അതെ നമ്മള് ബുദ്ധിമാനാണല്ലോ. ഫോട്ടോയാ ഇവളുടെ ഫോട്ടോയാ കിടക്കണേ. ഞാൻ കാണിച്ചു തരാം. ആരാ കാണാമോ? ഈ ഫോട്ടോ ഇട്ടു. ഇതെന്റെ അച്ഛന്റെ പൊന്നാരാ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചോദ്യ. അതിന്റെ ഉത്തരം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ പറയുന്നത് തന്നെയാണ്. ഇപ്പൊ കേട്ടില്ലേ? അച്ഛന്റെ പൊന്നാരാ. താങ്ക് യു. അങ്ങനെ അച്ഛന് അതൊരു ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ
ഇതുപോലെ എന്തെങ്കിലും തമാശക്കാരൻ കുസൃതി പോലെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ആലോചിച്ചെടുക്കണം. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്താ? ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിട്ടൊന്നും ഇല്ലെന്നേ. ചെയ്യാറില്ല. ഭയങ്കര 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 കുട്ടികളെ ശരിക്കും പറയാലേ ഈ ഇരിക്കുന്ന ആളല്ല ശരിക്കും പറഞ്ഞ. ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് എന്റെ കൂട്ടത്തില് പുറത്തേക്കോ മുമ്പോട്ടോ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് ആക്ടിവിറ്റീസ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ആള് ശരിക്കും കിളിക്കാൻ വേണ്ടി കൊച്ചാ. സത്യമായിട്ടും ഈ കാണുന്ന ആളെ അല്ല. ഭയങ്കര സാധാരണ ഞാൻ അങ്ങനെ തൊപ്പിനെ കുറിച്ചൊക്കെ പറയാറ്. സാധാരണ നടക്കണ കഴിഞ്ഞിട്ട് ഇവൻ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ ഇവൻ വേറൊരാളാണെന്നുള്ള രീതിക്കൊക്കെ നമ്മൾ പറയില്ല. അതുപോലെ ഈ ആള് ശരിക്കും പറഞ്ഞാല് ഒറ്റയ്ക്ക് നമ്മുടെ കൂട്ടത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോഴത്തേക്ക് ഇപ്പൊ തുണിയിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ രണ്ടാണ് മേലെ പോയി കഴിഞ്ഞാല് എന്തൊരു കലവിലാന്നറിയോ. ഞാൻ അവസാനം പറയും ദൈവം എന്നൊന്ന് വെറുതെ വിടുമെന്ന് നോക്കി. ഇപ്പൊ സൈലന്റ് ആയിട്ടിരിക്കണ ക്യാമറ ഓൺ ആയതുകൊണ്ട്. ഇനിയൊരു 5 എന്താ കുറച്ചു നേരം ഉണ്ടാവുള്ളൂ കേട്ടാ. അതേന്ന് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഞങ്ങള് അടിപൊളി മീൻകറിയൊക്കെ വെച്ചായിരുന്നു. ഞാൻ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. ആര്? ഞാൻ നോക്കിയാ തുടങ്ങിയ കാര്യം പറഞ്ഞത്. ഞാനൊക്കെ ഞാൻ കഴിക്കും. എല്ലാ സാധനം അരിഞ്ഞ് റെഡിയാക്കി കൊടുക്കും. കറി വെച്ച് കൊടുത്തു. കറി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അടിപൊളി പറഞ്ഞതിന് അപ്പുറത്തേക്കുള്ള മീൻകറിയും എല്ലാം മേടിച്ചു കഴിഞ്ഞാലും ഇവിടെ വെച്ചോളും. ഞാൻ ഇങ്ങനെ വിളിക്കും. വെച്ചോളും കഴിച്ചോളും. എന്താ കറ ഇഷ്ടപ്പെടാതായിട്ടൊന്നുമല്ലോ. എല്ലാം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പാട്ട് പാടാവുന്നറിയോ? അറിയാം. പാട്ട് പഠിത്തലുണ്ട്. ഇവിടെ ഇരിക്കുമ്പോ പാട്ട് പാടാറുണ്ട്. പാടിയിട്ടുണ്ട്. പാട്ട് പാടിക്കേ. സവോളന്റെ ഉള്ളിന്ന് പാട്ട് വേണോ? എന്തോ അടി. ഞാൻ അങ്ങനെ ഒരു പാട്ട് പാടാൻ പറ്റിയ മൂഡിലല്ല. ഇപ്പൊ ഞാൻ ആ പാട്ട് പഠിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയും വേറെ എല്ലാവർക്കും വേണ്ടിട്ട് പാടിയതാണെന്ന്. അത് നമുക്കിതൊക്കെ വേണോ? അത് രക്ഷകണ മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? എന്നാലും ഒരു 2 ലൈൻ 2 ലൈൻ 2-3 ലൈൻ 4 ലൈൻ അല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ കേട്ടിരുന്നു. വിഷ്ണു പഞ്ചമി സന്ധ്യയിൽ കൃഷ്ണപ്രിയദളം ചൂടിയിരുന്നു. വനശ്രീ പുഷ്പരഥത്തിലെഴുന്നുള്ളും വൃന്ദാവനത്തിലെ പ്രിയനന്ദന കൃഷ്ണ. വിഷ്ണു പഞ്ചമി സന്ധ്യയിൽ കൃഷ്ണപ്രിയദളം ചൂടിയിരുന്നു. വനശ്രീ പുഷ്പരഥത്തിലെഴുന്നുള്ളും വൃന്ദാവനത്തിലെ പ്രിയനന്ദന കൃഷ്ണ. വിഷ്ണു പഞ്ചമി സന്ധ്യയിൽ കൃഷ്ണപ്രിയദളം ചൂടിയിരുന്നു.
അടിപൊളി പാട്ട്, ഒരു രക്ഷയില്ല. അതിന് മനസ്സ് നിറയെ കൃഷ്ണഭക്തയാ, അതൊക്കെ കിടക്കട്ടെ കരുതി. എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? അടിപൊളി. സമ്മാനം കൊടുക്കാം അല്ലേ? ഞാൻ കൊടുക്കാനാ പറഞ്ഞത്. സമ്മാനം അതേന്നൊക്കെ സമ്മാനോ? ഞാനാ? ഞാൻ തന്നെ. നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറെ അതിന്റെ ക്ഷീണം തോന്നിട്ടില്ല, അതുകൊണ്ട് അതിനെ കുറിച്ചൊക്കെ സ്വന്തം വീട്ടിൽ ഇരുന്നൊക്കെ അതിന് കുഴപ്പം. വേറെ ആരല്ലോ, സ്വന്തം കെട്ടിയോ. എന്നാലും സ്വന്തം കെട്ടിയവൻ, സ്വന്തം വീട്, സ്വന്തം ക്യാമറ അല്ലല്ലോ. സ്വന്തം ക്യാമറ ആയിരുന്നു പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഇതിന്റെയൊക്കെ തുടക്കം ഇതുപോലൊരു ഉമ്മ തന്നതാ. എന്റെ പൊന്നോ, ഞാൻ ഒരിക്കലും മറക്കൂല. എന്റെ പൊന്നോ, ഞാൻ പറഞ്ഞത് ഈ കുട്ടിക്ക് മനസ്സിലായില്ല. അതെന്റെ ഗെയിം പറയുന്നുണ്ട്. എന്റെ ദൈവമേ. അതൊരു പാട്ട് ഇഷ്ടമായോ? ഇഷ്ടായി. സൂപ്പർ ആയിട്ട് പാടി. താങ്ക് യു. നല്ല രസമുണ്ട്. വളരെ കാലത്തിന് ശേഷം പാടുന്നത്. പക്ഷെ നല്ല രസമുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല രസമുണ്ട് ശരിക്കും. ശരിക്കും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഗൈസ്. അപ്പൊ ഞാൻ പാടാനായിട്ട് ഇനി നിർബന്ധിക്കണം. നിർബന്ധിച്ചിരിക്കും. ഞാൻ പാടും, നിങ്ങൾ പാടുപെടും. നിങ്ങളെ ഞാൻ പാടിപ്പെടുത്തു. പാടുപെടുത്തു. ഹാപ്പിയല്ലേ? ചെറിയൊരു ടാസ്ക് ആട്ടെ. എന്തായിരിക്കും? ഞാൻ ആക്ടിങ് ഒക്കെ ചെയ്യാറുണ്ട്, ആക്ടറാണ്. അതിനെ പ്രപ്പോസ് ചെയ്യുന്നൊരു സീൻ. അതിന് ഞാൻ പ്രപ്പോസ് ചെയ്യണോ? കിട്ടിയ പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ പാടില്ല. വേണമെങ്കിൽ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാം. ക്യാപ്ഷൻ വരുമല്ലോ, അച്ഛൻ ആങ്കർ പ്രപ്പോസ് ചെയ്തപ്പോൾ അല്ല വെപ്രാളവും വരവേശവും. ഇങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നോ? പ്രപ്പോസ് ചെയ്യും. പക്ഷെ അത് കുറച്ച് സമ്മതിക്കില്ല. അപ്പൊ അച്ഛൻ സമ്മതിപ്പിക്കണം. സമ്മതിപ്പിക്കണം അല്ലേ? അത് സമ്മതിക്കണേ. 3 രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഒന്ന്, ദേഷ്യത്തോടെ പറയണം, അപ്പൊ അത് സമ്മതിക്കില്ല. രണ്ടാമത്തേത് കെഞ്ചണം, അതായത് ഇങ്ങനെ കഷ്ടണ ഒരു രീതിയില്. മൂന്നാമത്തേത് സ്നേഹത്തോടെ പറയുമ്പോ അത് സമ്മതിക്കും. കെഞ്ചണം. അച്ഛന്റെ 3 ഭാഗങ്ങൾ കാണിക്കാം. ആക്ടറാണ്. അതെ, എനിക്ക് ഞാൻ അഭിനയിക്കണമൊന്നുമില്ല. ഞാൻ എന്താണോ ആ രീതിക്ക് ഞാൻ കാണിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ, ലൈറ്റ് കറക്റ്റ് ആണോ? അല്ല, ഡയറക്ടർ സാറ് അതിലെ പറ്റുമോ നിനക്ക് എന്നെ ഇഷ്ടപ്പെടാനായിട്ട്? എടി നിനക്ക് പറ്റുമോ എന്നെ ഇഷ്ടപ്പെടാനായിട്ട്? എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ഡു യു ലവ് മീ? ആ ഇല്ലൊരു കുത്തു കളിയാക്കിച്ചിരിക്കാണോ? ഇയാൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ ഇങ്ങനെ ഇല്ലെന്നൊന്നും പറഞ്ഞാൽ പറ്റൂല. എന്നെ ഇഷ്ടപ്പെടണ്ട. അങ്ങനെ തന്നെ ഞാൻ വെറുതെ വിടുന്നില്ല. താൻ എന്നെ ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഇതെന്ത് മര്യാദ? ഇഷ്ടപ്പെടണോടോ? ആദു, ആതിര എന്നാണ് പേരെങ്കിലും ഞാൻ ഇഷ്ടം കൊണ്ട് ആദു എന്നാ വിളിക്കണം. എന്താ തനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടാല്? സ്നേഹത്തോടെയൊക്കെ പറഞ്ഞ ഇഷ്ടപ്പെടാം. സ്നേഹത്തോടെയൊക്കെ പറഞ്ഞ ഇഷ്ടപ്പെടാനോ? അപ്പൊ ആരും ഒന്ന് സ്നേഹത്തോടെ പറഞ്ഞാലും നീ കയറി ഇഷ്ടപ്പെടുവോ? അതില്ല. പിന്നെന്താ? അയ്യേ, ഞാൻ എന്റെ രീതിക്ക് ചോദിക്കുള്ളൂ. എന്റെ രീതി ഇതാണ്. സോ മര്യാദ എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഇഷ്ടപ്പെടറി കയ്യിൽ പോയി ഗൈസ്. സാധാരണ എന്റെ കയ്യിൽ ക്യാരക്ടർ പോയി.
ഞാൻ ശരിക്കും ആക്ട് ചെയ്തോ? ഇനി എന്താ വേണ്ടേ? കെഞ്ചണം. ശരി, ഓക്കെ, റൈറ്റ്, പോവാം. റെഡി? ഡയറക്ടറിനെ ആഷ്കൻ പറ. അതു ഞാൻ ഇഷ്ടം കൊണ്ട് അതു എന്നല്ലേ വിളിക്കണേ? അതിന് എന്നോട് ഇഷ്ടമുണ്ടോ? അതും അങ്ങനെ പറയരുത്. അത് പ്ലീസ്, അത് ഇഷ്ടപ്പെടണം, എന്നെ ഇഷ്ടപ്പെടണം പ്ലീസ്, പ്ലീസ്. കഷ്ടമുണ്ട്, ഞമ്മടെ കാല് പിടിക്കാം. ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടണം പ്ലീസ്. ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഞാൻ പ്ലീസ്, അത് നമ്മൾ ചിലപ്പോൾ എന്നെ കാണാൻ ഇത്തിരി, പക്ഷെ ഇഷ്ടപ്പെടണം പ്ലീസ്. സ്നേഹത്തോടെ ആരില്ലാത്ത ഒരാളായത് കണക്കാക്കിയിട്ട് ഒന്ന് പരിഗണിക്കണം പ്ലീസ്. ഇഷ്ടപ്പെടുമോ? ആലോചിക്കട്ടെ. നീ ഇങ്ങനെ മനസ്സിൽ കല്ലാക്കി വെച്ചിട്ട് ഇങ്ങനെ എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് സഹായിക്ക്, ഒന്ന് ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഇഷ്ടപ്പെടാണ്ടിരിക്കുന്ന കാര്യം എന്താ? പൊട്ടി പറഞ്ഞ് ഇത്ര ഉള്ളത് കഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടു. അടുത്തത് റൊമാൻറ്റിക് ആയിട്ട്